എല്ലാവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റും മാഗ്നറ്റിസവും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അഥവാ വൈദ്യുതിയുടെ കാന്തിക ഫലത്തെക്കുറിച്ച്. വൈദ്യുതിയും കാന്തികതയും തമ്മിൽ ബന്ധമുണ്ട്, കറണ്ടും മാഗ്നറ്റിസവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ആദ്യമായി കണ്ടെത്തിയത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം അതിനുവേണ്ടി ചെയ്ത പരീക്ഷണം, അദ്ദേഹം ഒരു കണ്ടക്ടർ എടുത്തു, ഒരു സ്ട്രൈറ്റ് കണ്ടക്ടർ. ആ സ്ട്രൈറ്റ് കണ്ടക്ടർ AB ആണ് എന്നിരിക്കട്ടെ. ഈ കണ്ടക്ടർ, ഇതാണ് കണ്ടക്ടർ. ഈ കണ്ടക്ടറിലേക്ക് ഒരു ബാറ്ററി കണക്ട് ചെയ്തു. ഒരു ബാറ്ററി ഒരു സ്വിച്ചുമായിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പൊ ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യും. അപ്പൊ ഈ ബാറ്ററി കണക്ട് ചെയ്യുന്നു. ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്തു. കറണ്ടിന്റെ ഡയറക്ഷൻ നമുക്കറിയാം, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. അഥവാ കറണ്ട് ഐയുടെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണ്, ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. അപ്പൊ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോ അതിനോട് അടുത്തിരുന്ന, അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റ് ഇങ്ങനെയായിരുന്നു, ആ കണ്ടക്ടറിന്റെ അടുത്തിരുന്ന ഒരു മാഗ്നറ്റിക് നീഡില് ഡിഫ്ലക്ട് ചെയ്തു. അതിനൊരു ഡിഫ്ലക്ഷൻ ഉണ്ടായി. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ചിന്തിച്ചു. കാരണം ഒരു മാഗ്നറ്റിക് നീഡില് ഡിഫ്ലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു മാഗ്നറ്റിക് എഫക്റ്റ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ അത് എത്തുമ്പോൾ മാത്രമേ ഈ മാഗ്നറ്റിക് നീഡില് അഥവാ മാഗ്നറ്റിക് കോമ്പസ്, നമ്മളുടെ സാധാരണ വടക്ക് നോക്കി യന്ത്രം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ മാഗ്നറ്റിക് നീഡില് ഡിഫ്ലക്ട് ചെയ്യുള്ളൂ. അപ്പൊ ഈ കണ്ടക്ടറിലൂടെ വൈദ്യുതി പാസ് ചെയ്ത് കഴിഞ്ഞപ്പോ, ഈ AB എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ വൈദ്യുതി പാസ് ചെയ്ത് കഴിഞ്ഞപ്പോ ആ സയന്റിസ്റ്റിന് മനസ്സിലായി, ഈ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. സാധാരണ ഇങ്ങനെയുള്ള ഈ മാഗ്നറ്റിക് നീഡില് ഡിഫ്ലക്ട് ചെയ്യപ്പെടണമെങ്കിൽ ഒരു മാഗ്നറ്റ്, ഒരു ബാർ മാഗ്നറ്റ് ഇതിന്റെ അടുത്ത് വരണം. ബാർ മാഗ്നറ്റ് നമുക്കറിയാം, പ്രകൃതിയാൽ തന്നെ ഈ മാഗ്നറ്റിക് എഫക്റ്റ് ഉള്ള വസ്തുക്കളാണ് ബാർ മാഗ്നറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വസ്തു അടുത്ത് വരുമ്പോൾ മാത്രമേ ഈ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒരു തരത്തിലും മാഗ്നറ്റിക് എഫക്റ്റ് ഇല്ലാത്ത ഈ കണ്ടക്ടർ, ഒരു കണ്ടക്ടർ കറണ്ടിനെ കടത്തിവിടുന്ന വസ്തു, അതിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോ അതിന്റെ അടുത്ത് നിന്ന മാഗ്നറ്റിക് നീഡിൽ, അതിന്റെ അടുത്തിരുന്ന മാഗ്നറ്റിക് നീഡിലിന് ഡിഫ്ലക്ഷൻ സംഭവിച്ചപ്പോ ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന് മനസ്സിലായി, വൈദ്യുതി കടത്തി വിടുമ്പോ വൈദ്യുതി കടന്നു പോകുന്ന ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് നീഡിലിനെ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അഥവാ വൈദ്യുതി കടത്തി വിടുന്ന ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്തു. ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തമാണ് അവിടെ നടന്നത്. കാരണം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും തന്നെ ഒരു കണ്ടക്ടർ കറണ്ട് കടത്തിവിടുന്ന, കറണ്ട് പാസ് ചെയ്യപ്പെടുമ്പോൾ അതൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും എന്ന് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡിന്റെ ഒബ്സർവേഷൻ ആണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മളുടെ സൗകര്യങ്ങൾക്കൊക്കെ കാരണമാകുന്ന പല ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതും ഇത് തന്നെയാണ്. ഈ കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തുമാത്രമാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഡയറക്ഷൻ എന്താണ്, അതിന്റെ ഈ കറണ്ടിന്റെ വാല്യൂ കൂടിക്കഴിയുമ്പോൾ, കറണ്ട് ഈ ബാറ്ററിയില് 1 ആംപിയർ എന്നുള്ള 2 ആംപിയർ കറണ്ടാണ് പാസ് ചെയ്യപ്പെടുന്നതെങ്കിൽ കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ടോ, അതോ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ?
അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ മാഗ്നറ്റിക് ഫീൽഡിന്, ഈ കറണ്ട് പാസ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നത്? നമുക്ക് എങ്ങനെയൊക്കെ ഇതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കും എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹാൻസ് ക്രിസ്റ്റ്യൻ ഏസ്റ്റഡ് കണ്ടുപിടിച്ച ഈ ഫിനോമിനാണ് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും മെയിൻ കൺസെപ്റ്റ് എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ആദ്യമേ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചേഴ്സ് ഇതാണ്. എന്റെ ഇപ്പൊ സാധാരണ രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് അനലൈസ് ചെയ്തുള്ള ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ കുറവാണ്, പ്രത്യേകിച്ച് ഈ സമയത്ത്. അതുകൊണ്ട് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിലൂടെ കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾക്ക് പലപ്പോഴും എക്സ്പെരിമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള നല്ല ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് ഓരോ ടൈമും പറയുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതും പ്രധാനമാണ്. അപ്പൊ ഇതാണ് ടെക്സ്റ്റ് ബുക്കിന്റെ സെക്കൻഡ് ചാപ്റ്ററിൽ ഏറ്റവും ആദ്യമേ. ആ സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് 2 മാഗ്നറ്റുകളാണ്. ഓക്കെ, ആ മാഗ്നറ്റുകള് ഇതാണ്. ആ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടേക്കുന്ന മാഗ്നറ്റുകള് ഇതാണ്. ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്. ഓക്കെ, ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യപ്പെടുമ്പോൾ മാത്രമേ ഇതൊരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമത്തെ ചോദ്യം ഇത് തന്നെയാണ്. നിങ്ങൾ ഈ പിക്ചറിൽ ഏതൊക്കെ തരത്തിലുള്ള മാഗ്നറ്റ് കാണുന്നുണ്ട്? ഒന്ന് ബാർ മാഗ്നറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഒരു ഇലക്ട്രോ മാഗ്നറ്റും ഉണ്ട്. ഇത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി. സാധാരണ രീതിയിൽ ഒരു ബാർ മാഗ്നറ്റ് കാണുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ഡോട്ട് കാണാം. ആ ഡോട്ട് നോർത്ത് പോളിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് സൗത്ത് പോളാണ്. നമുക്കറിയാം ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അതിന്റെ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് യഥാർത്ഥത്തിൽ ഈ മാഗ്നറ്റിന്റെ എഫക്റ്റ് ഉള്ള റീജിയനെ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നടത്തുന്നു എന്നേ ഉള്ളൂ. അപ്പം ഈ മാഗ്നറ്റിന്റെ എഫക്റ്റ് ഉള്ള റീജിയൻ അതിന്റെ പോളിനോട് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഫീൽഡ് ലൈൻസിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ഇങ്ങോട്ട് വരുമ്പോഴും റീജിയൻ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ സ്പേസ് കൂടുന്നത്. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോർത്ത് പോളിലാണ്, അവസാനിക്കുന്നത് എവിടെയായിരിക്കും? സൗത്ത് പോളിലാണ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. കറണ്ട് ഈ ഡയറക്ഷനിൽ നിന്ന് പാസ് ചെയ്യുന്നിരിക്കട്ടെ, അതൊരു കണ്ടക്ടറിനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന ഈ കോയിൽ ഇതും നോർത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യപ്പെടുന്നു. ഈ പോയിന്റ് ഇവിടെ എന്താണ്? സൗത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഈ ചാപ്റ്റർ എങ്ങനെയാണ് ഇത് നോർത്ത് പോൾ ആയത്, എങ്ങനെയാണ് ഇത് സൗത്ത് പോൾ ആയത് എന്ന് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബാർ മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും ഒരു മാഗ്നറ്റിക് ബിഹേവിയറിൽ സെയിം തന്നെയാണ്. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് കറണ്ട് പാസ് ചെയ്യപ്പെടുമ്പോൾ മാത്രമേ ഇലക്ട്രോ മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നു. അല്ലാത്ത സമയത്ത് ഇതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ബാർ മാഗ്നറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരിക്കില്ല. അതിന് മുഴുവൻ സമയം എന്തുണ്ടായിരിക്കും? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഈ കറണ്ട് പാസ് ചെയ്യപ്പെടുമ്പോൾ മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കറണ്ടിന്റെ മാഗ്നറ്റിക് എഫക്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതാണല്ലോ ആ ചാപ്റ്ററിന്റെ പേര് തന്നെ. ഇലക്ട്രിക് കറണ്ടിന്റെ മാഗ്നറ്റിക് എഫക്റ്റ് എത്രമാത്രമാണ്. അപ്പൊ അതിനുവേണ്ടി ഹാൻസ് ക്രിസ്റ്റ്യൻ ഏസ്റ്റഡ് കണ്ടുപിടിച്ച ഈ എക്സ്പെരിമെന്റ് തൊട്ടാണ് നമുക്കിനി അടുത്തതായിട്ട് അനലൈസ് ചെയ്യണം. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ കറണ്ട് പാസ് ചെയ്യപ്പെടുമ്പം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ തീരുമാനിക്കുന്നത്. അപ്പൊ ഈ കറണ്ട് പാസ് ചെയ്യപ്പെടുമ്പോൾ ഈ കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഈ കറണ്ട് റിവേഴ്സ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ആവുന്നുണ്ടോ? ഈ കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം ഇതാണ്.
ഈ ഹാൻസ് ക്രിസ്ത്യൻ ഏസ്റ്റഡ് കണ്ടുപിടിച്ച ഒരു കാര്യം, അതാണ് നമ്മൾ അടുത്തതായിട്ട് അനലൈസ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ കണ്ടക്ടർ എ ബി എന്ന് പറയുന്നത്. എ ബി എന്ന് പറയുന്ന കണ്ടക്ടർ ഇതാണ്. ഓക്കെ, ഈ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു, ഐ എന്ന് പറയുന്ന കറണ്ട്. അപ്പോൾ ഈ താഴെ ഇരിക്കുകയാണ് ഈ നമ്മളുടെ മാഗ്നറ്റിക് കോമ്പസ് അഥവാ മാഗ്നറ്റിക് ഫീൽഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ഈ മാഗ്നറ്റിക് നീഡില് ഇത് ഈ കണ്ടക്ടറിന്റെ താഴെയാണ് ഇരിക്കുന്നത് എന്നിരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഈ മാഗ്നറ്റിക് നീഡിലിന് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി കറണ്ട് പാസ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഏത് ഡയറക്ഷനിലാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്? ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് നമുക്കറിയാം, കറണ്ട് എ ടു ബിയിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഈ മാഗ്നറ്റിക് നീഡിൽ ഇതിന്റെ താഴെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഡിഫ്ലക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതിന്റെ ഡിഫ്ലക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യപ്പെടുന്ന ഒരു റൂള് ആംബിയസ് സ്വിമ്മിംഗ് റൂൾ ആണ്. ആംബിയസ് സ്വിമ്മിംഗ് റൂൾ അനുസരിച്ച് എ മാൻ സ്വിംസ് along the current carrying wire such that his face is always towards the magnetic needle through which the current is entering his feet and leaving from his head. Then the north pole of the magnetic needle always deflected towards his left hand. അതായത് ഇവിടെ ഈ ഡോട്ട് സൂചിപ്പിച്ചേക്കുന്നതാണ് നോർത്ത് പോൾ. ഇത് ഒരു ഒരു കുട്ടി സ്വിംഗ് ചെയ്യുന്നത് പോലെ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇതൊരു ഒരു കുട്ടി സ്വിംഗ് ചെയ്യുകയാണെന്നിരിക്കട്ടെ. അവൻ സ്വിമ്മിങ് കണ്ടീഷനിലാണ്. നമ്മളുടെ ഈ മാഗ്നറ്റിക് കോമ്പസിന്റെ അതേ ഡയറക്ഷനിലാണ് അവൻ പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്നത് അവന്റെ കാലിലൂടെ പാസ് ചെയ്യുന്നു. അവന്റെ ഹെഡ് ഈ നോർത്ത് പോളിന്റെ ഡയറക്ഷനിലാണ് ഇരിക്കുന്നത് എന്നിരിക്കട്ടെ. നോർത്ത് പോളിന്റെ ഡയറക്ഷൻ ഇവിടെയാണ് അവന്റെ നോർത്ത് പോളിന്റെ ഡയറക്ഷനിലാണ് അവന്റെ ഹെഡ് ഇരിക്കുന്നത്. അപ്പൊ കറണ്ട് കാലിലൂടെ പാസ് ചെയ്ത് ഏത് ഡയറക്ഷനിൽ പാസ് ചെയ്യുന്നു? ഇതിലെ നേരെ പാസ് ചെയ്യുന്നു. ഇതേ കണ്ടീഷൻ ഈ കണ്ടക്ടറിലൂടെ പാസ് ചെയ്ത് പുറത്തേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ അവന്റെ ആ മാഗ്നറ്റിക് നീഡിൽ അഥവാ ഈ നോർത്ത് പോളിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് ഹാൻഡ് ഏത് ഡയറക്ഷനിലായിരിക്കും നമ്മൾ സ്വിംഗ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നത്? ആ ഡയറക്ഷനിലേക്കായിരിക്കും. നമുക്കറിയാം, ലെഫ്റ്റ് ഹാൻഡ് നീന്തുമ്പോൾ ആ വ്യക്തി എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷനിലേക്കായിരിക്കും പാസ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഏത് ഡയറക്ഷനിലാണോ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ മൂവ് ചെയ്തത് ആ ഡയറക്ഷനിലായിരിക്കും ഈ നോർത്ത് പോള്, അതായത് ഇവിടെ കാണുന്ന ഈ നോർത്ത് പോൾ എന്ത് ചെയ്യുന്നത്? ഷിഫ്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് ആംബിയസിന്റെ സ്വിമ്മിംഗ് റൂൾ എന്ന് പറയുന്നത്. ആംബിയസിന്റെ സ്വിമ്മിംഗ് റൂൾ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയ ഈ നോർത്ത് പോള് ഏത് ഡയറക്ഷനിലായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പൊ കറണ്ട് അതായത് ഈ ഡയറക്ഷൻ മൂവ് ചെയ്യാന്ന് വെച്ചാൽ എന്തായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. അപ്പൊ നമ്മള് ആ എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആ മാഗ്നറ്റിക് നീഡിലിന് ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ നമ്മൾ ആംബിയസിന്റെ സ്വിമ്മിംഗ് റൂൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആംബിയസിന്റെ സ്വിമ്മിംഗ് റൂൾ പറയുന്നതാണ്, ആ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യപ്പെടുന്ന കറണ്ട് ആ വ്യക്തിയുടെ ആ സ്വിമ്മ് ചെയ്യുന്ന ആളുടെ സ്ട്രെയിറ്റ് ഡയറക്ഷനിലാണ്. അത് ആ കാലിലൂടെ പാസ് ചെയ്ത് ഹെഡിലൂടെ പാസ് ചെയ്യുന്നു എന്ന് നമ്മൾ കൺസിഡർ ചെയ്യട്ടെ. ആ വ്യക്തി ഈ മാഗ്നറ്റിക് നീഡിലിന്റെ അതേ ഡയറക്ഷനിലാണ് സ്വിം ചെയ്യുന്നതെന്നിരിക്കട്ടെ. എങ്കിൽ ഈ അദ്ദേഹത്തിന്റെ ആ മാഗ്നറ്റിക് നീഡിലിന് നോർത്ത് പോളിന് ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അയാളുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ ഡിഫ്ലക്ഷന് ലെഫ്റ്റ് ഹാൻഡ് ഏത് ഡയറക്ഷനിലാണോ ഷിഫ്റ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലായിരിക്കും എന്നാണ് നമ്മൾ കാണുന്നത്. ഇനി
ഈ സൈഡിലേക്കാണെന്നിരിക്കട്ടെ, ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്താലും നമുക്ക് മനസ്സിലാവും ഇവിടെ പോസിറ്റീവ് ഇതാണ്, നെഗറ്റീവ് ഇതാണ്, ഓപ്പോസിറ്റ് ഈ ഡയറക്ഷനിലാണ്. അപ്പൊ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് കറണ്ട് പാസ് ചെയ്യുന്നത്, ഈ ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ നോർത്ത് പോളിന് വരുന്ന ഷിഫ്റ്റ് നമുക്കറിയാം ഏത് ഡയറക്ഷനിലായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇവിടെ കറണ്ട് പാസ് ചെയ്യപ്പെടുന്നത് ഈ ഡയറക്ഷനിലാണ് പാസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഷിഫ്റ്റ് ഏത് ഡയറക്ഷനിലായിരിക്കും, ഈ ലെഫ്റ്റ് ഹാൻഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്ന ഏത് ഡയറക്ഷനിലായിരിക്കും, ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, അഥവാ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാകുന്ന ഷിഫ്റ്റ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആംബിയർ സ്വിമ്മിംഗ് റൂൾ വെച്ച് നമുക്ക് ഇത് അനലൈസ് ചെയ്യുമ്പോൾ ഇതും കിട്ടും. ഇനി ഇതിനൊരു എളുപ്പവഴി ഇതാണ്. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കണ്ടക്ടർ. ഈ കണ്ടക്ടർ നമ്മൾ ഇങ്ങനെ വരച്ചു നോക്കുക. ഇവിടെയാണ് നമ്മളുടെ മാഗ്നറ്റിക് നീഡിൽ ഇരിക്കുന്നത് അല്ലെ. ഇതാണ് നമ്മളുടെ മാഗ്നറ്റിക് നീഡിൽ. ഓക്കെ, ഇതാണ് നമ്മളുടെ മാഗ്നറ്റിക് നീഡിൽ. ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോൾ. ഇതാണ് നമ്മുടെ കണ്ടക്ടർ എ ബി കറണ്ടായി പാസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഞാൻ വരച്ചേക്കുന്നത് ഒന്നാമത്തെ ഫിഗർ. ഈ കണ്ടക്ടറിന്റെ താഴെയാണ് മാഗ്നറ്റിക് നീഡിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് രണ്ടെണ്ണം ഉണ്ട്, രണ്ട് ബോക്സ് ഉണ്ട്. ഒരെണ്ണം കണ്ടക്ടർ എബോവ് ദ മാഗ്നറ്റിക് നീഡിലും ഒരെണ്ണം എന്താണ് കണ്ടക്ടർ ബിലോ ദ മാഗ്നറ്റിക് നീഡിലുമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കണ്ടക്ടർ എബോവ് ദ മാഗ്നറ്റിക് നീഡിലാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമുക്കറിയാം ഇങ്ങനെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. ഇങ്ങനെ ബാറ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഞാൻ അത് വരയ്ക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിനെ ഇങ്ങോട്ട് താഴേക്ക് ഇങ്ങനെ വരയ്ക്കും. ഇത് നമ്മൾ വരയ്ക്കുന്നില്ല, മറിച്ച് എന്ത് ചെയ്യുക, താഴേക്ക് ഇങ്ങനെ വരയ്ക്കും. താഴേക്ക് നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ നമുക്ക് കിട്ടും. കറണ്ട് ഇങ്ങനെയാണല്ലോ പാസ് ചെയ്യുന്നത്, കറണ്ട് ഐ എന്ന് പറയും. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇത് നമ്മൾ ഒരു ക്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇത് 12, ഇത് 6, ഇത് 3, 9. അപ്പൊ ഈ കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. കറണ്ട് പാസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അങ്ങനെ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇത് പാസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഈ മാഗ്നറ്റിക് നീഡിൽ പാസ് ചെയ്യുന്നത് എന്തായിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ന് ഓർത്തിരിക്കുക. ഒന്നുകൂടി പറയാം, നമ്മൾ കണ്ടക്ടർ ആദ്യം ഇങ്ങനെ വരച്ചു. ഇതാണ് നമ്മുടെ കണ്ടക്ടർ. എന്നിട്ട് കറണ്ട് അടയാളപ്പെടുത്തി, താഴേക്ക് നമ്മൾ അടയാളപ്പെടുത്തി ഏത് ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നതെന്ന് നോക്കി കറണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത്, മാഗ്നറ്റിക് നീഡില് ഡിഫ്ലക്ട് ചെയ്യുന്നത്. പിന്നെ ഇതേ കേസ് തന്നെ നമ്മൾ വീണ്ടും കൺസിഡർ ചെയ്യാണ്. ഇതാണ് നമ്മുടെ കണ്ടക്ടർ. ഓക്കെ, കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നു. എ ബി എന്നുള്ള കണ്ടക്ടറാണ്. ഇതാണ് വരയ്ക്കുന്നത്, ഈ ഫിഗർ ആണ് വരയ്ക്കുന്നത്, എ ബി എന്നുള്ളത്. നമ്മളുടെ മാഗ്നറ്റിക് നീഡിൽ ഇരിക്കുന്നത് മോളിലാണ്. ഇവിടെയാണ് നമ്മളുടെ മാഗ്നറ്റിക് നീഡിൽ. ഓക്കെ, കോയിൽ എബോവ് ആണ്, എബോവ് ദ കണ്ടക്ടർ ആണ്, നോർത്ത് പോൾ. അപ്പൊ എന്ത് ചെയ്യണം, കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇത് ഇങ്ങോട്ട് വരയ്ക്കും. ഈ കണ്ടക്ടറിനെ ഞാൻ ഇങ്ങോട്ട് വരച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ വീണ്ടും അടയാളപ്പെടുത്തി. ഇത് 6, ഇവിടെ 12, ഇത് 3, ഇത് 9. അപ്പൊ ഈ ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത് അല്ലെ. കറണ്ട് പാസ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലേക്ക്, 6 നിന്ന് 3ലേക്കാണ്, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പം ഈ മാഗ്നറ്റിക് നീഡിൽ പാസ് ചെയ്യുന്ന എന്തായിരിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ ഇപ്രകാരം നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇനി കറണ്ട് റിവേഴ്സ് ഡയറക്ഷനിലാണെന്നിരിക്കട്ടെ, റിവേഴ്സ് ഡയറക്ഷനിലാണെങ്കിലും ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. ഇത് അതിന്റെ എളുപ്പ വഴിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ കണ്ടക്ടർ ഇങ്ങനെ നീട്ടി വരയ്ക്കുക.
ഓക്കെ, കറണ്ട് കണ്ടക്ടറിന്റെ പേരൊക്കെ കൊടുക്കുക, കറണ്ട് ഐ എന്ന് അടയാളപ്പെടുത്തുക. അതിനുശേഷം എവിടെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം അതാണ്. ഇങ്ങനെ ഒരു ഫിഗർ തരും. ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ഇവിടെയായിട്ട് ഒരു മാഗ്നറ്റിക് നീഡിൽ വെക്കും. എന്നിട്ട് നമ്മളോട് ചോദിക്കും ഈ മാഗ്നറ്റിക് നീഡിൽ ഏത് ഡയറക്ഷനിലേക്കാണ് ഡിഫ്ലക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആംബിയന്റ് സ്വിമ്മിംഗ് റൂളൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. നമ്മൾ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് എളുപ്പ വഴി നമ്മൾ എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ് നമ്മളുടെ കണ്ടക്ടർ ഇങ്ങനെ എടുത്തു വെച്ചു. ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ചോദിക്കും ഈ മാഗ്നറ്റിക് നീഡില് ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഏത് ഡയറക്ഷനിലാണ് ഈ മാഗ്നറ്റിക് നീഡില് ഡിഫ്ലക്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഈ കണ്ടക്ടർ ഇങ്ങോട്ട് വരച്ചു. കണ്ടക്ടർ ഇങ്ങനെ എടുത്തു വരച്ചു എ ബിന്ന്. എന്നിട്ട് മാഗ്നറ്റിക് നീഡിൽ എവിടെയാണ് വെച്ചേക്കുന്നത് നോക്കണം. എബോവ് ദ കണ്ടക്ടർ ആണോ ബിലോ ദ കണ്ടക്ടർ ആണോ? ഇവിടെ ബിലോ ദ കണ്ടക്ടർ ആണെങ്കിൽ ഇവിടെയായിട്ട് നമ്മൾ മാഗ്നറ്റിക് നീഡിൽ അങ്ങോട്ട് വരച്ചു. ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോൾ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ മാഗ്നറ്റിക് നീഡിൽ ഇരിക്കുന്ന ഈ സ്ഥലത്തേക്കാണെങ്കിൽ താഴേക്ക് ഈ കണ്ടക്ടറിന്റെ നീട്ടി വരയ്ക്കും. എന്നിട്ട് അവിടെ കറണ്ട് അടയാളപ്പെടുത്തണം. ഈ ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒന്ന് എഴുതി നോക്കും. ഇപ്പൊ കറണ്ട് ഈ ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നത്. കറണ്ട് ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ഉറപ്പിക്കാം, ഈ മാഗ്നറ്റിക് നീഡിൽ പാസ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അതിന്റെ കൺസെപ്റ്റ് പറയുന്നത് ആംബിയന്റ് സ്വിമ്മിംഗ് റൂളാണ്. പരീക്ഷയ്ക്ക് ഉപയോഗിക്കപ്പെടുന്നത് വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു ഷോർട്ട് കട്ട് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഇതാണ്. ടെക്സ്റ്റ് ബുക്ക് അനലൈസ് ചെയ്താൽ നമുക്ക് വീണ്ടും ചോദ്യങ്ങൾ നോക്കാം. പേജ് നമ്പർ 34 ചോദിച്ചേക്കും ഇതാണ്. ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ പൊളാരിറ്റി ഓഫ് ദിസ് മാഗ്നറ്റിക് യൂസിങ് എ മാഗ്നറ്റിക് കോമ്പസ്? എങ്ങനെയാണ് നിങ്ങൾ ഈ മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ച് ഇതിന്റെ പൊളാരിറ്റി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എങ്ങനെയായിരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്? നമുക്കറിയാം മാഗ്നറ്റിക് കോമ്പസ് സെയിം പൊളാരിറ്റി ഉള്ള ഉള്ളവ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവനെ എന്ത് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യും അല്ലെ. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അതിന്റെ പൊളാരിറ്റി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നോർത്ത് പോൾ നമുക്കറിയാമെങ്കിൽ നോർത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് എന്ന് പറയുന്നത് നോർത്ത് പോൾ ആണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ മാഗ്നറ്റ് ഇൻ ദ പിക്ചർ? ആ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ഈ രണ്ട് മാഗ്നറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു. ഇത് ബാർ മാഗ്നറ്റ് ആണ്, ഇത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. രണ്ടാമത്തേത് ഇത് പെർമനന്റ് മാഗ്നറ്റ് ആണ്, ഇത് ടെമ്പററി മാഗ്നറ്റ് ആണ്. കാരണം വൈദ്യുതി ഉണ്ടെങ്കിൽ മാത്രമേ, ഇലക്ട്രിക് കറന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് മാഗ്നറ്റിക് എഫക്ട് ഉണ്ടാകുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം, ഇതിന്റെ സ്ട്രെങ്ത് ഫിക്സ്ഡ് ആണ്. ഇതിന്റെ സ്ട്രെങ്ത് കൂട്ടാം. ഓക്കെ, നമ്പർ ഓഫ് കോയിൽസിന്റെ എണ്ണം, ടേൺസിന്റെ എണ്ണം കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ പൊളാരിറ്റി ഫിക്സ്ഡ് ആണ്. ഇതിന്റെ പൊളാരിറ്റി കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ ഇതിന്റെ പൊളാരിറ്റി എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇതേ ബാർ മാഗ്നറ്റ് ഇപ്പൊ ഈ കേസ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഈ കേസ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ വരച്ചു. കറണ്ട് എന്ത് ചെയ്തു, ഈ ഡയറക്ഷനിലാണ് ആയി. ഇവിടെയാണ് മാഗ്നറ്റ് ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് നോർത്ത് പോള്, ഇതെന്താണ് സൗത്ത് പോള്. ഓക്കെ, കറണ്ട് ഈ ഡയറക്ഷനിലാണ്. അപ്പോഴേക്കും എന്ത് സംഭവിക്കും, ഈ ഡയറക്ഷനിലാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പാസ് ചെയ്യപ്പെടുമ്പോൾ നോർത്ത് പോൾ ഏത് ഡയറക്ഷനിലായിരിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും പാസ് ചെയ്യുന്നത്. നോർത്ത് പോൾ ഏത് ഡയറക്ഷനിലാണെന്ന് നമ്മൾ നോക്കുക. അപ്പൊ ഇപ്രകാരം ഏത് ഡയറക്ഷനിലാണെങ്കിലും, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കറണ്ട് റിവേഴ്സ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ പൊളാരിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അടുത്തതായിട്ട് ചോദിച്ചേക്കുന്നത്. ഈ രണ്ട് പിക്ചേഴ്സുകൾ കമ്പയർ ചെയ്യുക. പിക്ചേഴ്സ് കമ്പയർ ചെയ്തതിനു ശേഷം എന്ത് സൂചിപ്പിച്ചേക്കുന്നു, ചോദ്യം ഇതാണ്.
Observe the direction in which the north pole of the magnetic needle deflect and complete the table 2.1. Table 2.1 എടുക്കുക. Conductor above the magnetic needle. Conductor above the magnetic needle. ഈ കേസ്. Direction of current from A to B. Direction of current from A to B ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഫിഗർ ചോദിച്ചേക്കുന്ന ഇതാണ്. Direction of motion of the north pole of a magnetic needle, clockwise or anti-clockwise. നമ്മൾ കണ്ടു ഇത് ഏത് ഡയറക്ഷനിലാണ്? A to B ആണ്. ഏത് ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത്? കറണ്ട് I ആണ്. ക്ലോക്ക് ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഏത് ഡയറക്ഷനിലായിരിക്കും ഈ നോർത്ത് പോള് ഡിഫ്ലക്ട് ചെയ്യുന്നത്? നോർത്ത് പോൾ ഈ ഡയറക്ഷനിലാണ് കറണ്ട് എങ്കിൽ നോർത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലായിരിക്കും? ആന്റി ക്ലോക്ക് ഡയറക്ഷനിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്രം B to A ആണെങ്കിലോ? B to A ആണ് നമ്മൾ ഇവിടെ വരച്ചത്. B to A ആണ്. കറണ്ട് I ഈ ഡയറക്ഷനിൽ പാസ് ചെയ്യുന്നു. നമ്മൾ കണ്ടു കറണ്ട് ഈ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ആന്റി ക്ലോക്ക് ഡയറക്ഷനിലാണ്. അപ്പം ഈ ഡയറക്ഷൻ ഏതായിരിക്കും? ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? ഇത് ആന്റി ക്ലോക്ക് ഡയറക്ഷനിലാണ് എങ്കിൽ കറണ്ട് പാസ് ചെയ്യപ്പെടുന്നത് ഈ മാഗ്നറ്റിക് നീഡിൽ പാസ് ചെയ്യപ്പെടുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? ക്ലോക്ക് ഡയറക്ഷനിലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്ലോക്ക് ഡയറക്ഷനിലായിരിക്കും. ഈ ഡയറക്ഷനിലായിരിക്കും എന്ത് സംഭവിക്കുന്നത്? കാരണം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നോക്കാൻ മതി. ഇത് ആന്റി ക്ലോക്ക് ആണെങ്കിൽ ഈ നോർത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്യുന്നത് ക്ലോക്ക് ഡയറക്ഷനിലായിരിക്കും. ഇനി സെക്കൻഡ് ടേബിൾ 2.2 ടേബിൾ. കണ്ടക്ടർ ബിലോ ദ മാഗ്നറ്റിക് നീഡിൽ. കണ്ടക്ടർ ബിലോ ദ മാഗ്നറ്റിക് നീഡിൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും അർത്ഥം? ഈ മാഗ്നറ്റിക് നീഡിൽ ഇതിന്റെ താഴെയാണ് കണ്ടക്ടർ വരുന്നത്. ഇപ്പൊ കണ്ടീഷൻ ഇതാണ്. ഇവിടെയാണ് മാഗ്നറ്റിക് നീഡിൽ വരുന്നത്. ഇവിടെയാണ് മാഗ്നറ്റിക് നീഡിൽ വരുന്നത്. ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോൾ. ഓക്കെ, ഇത് നോർത്ത് പോൾ ഇങ്ങനെ വരും. ഇത് ഏതായിരിക്കും? സൗത്ത് പോളായിരിക്കും. ഓക്കെ, കറണ്ട് വീണ്ടും നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. ഇതാണ് കണ്ടീഷൻ. ഇവിടെ മാഗ്നറ്റിക് നീഡിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഉദ്ദേശിച്ചേക്കുന്നത്. ഇവിടെ ഇത് നോർത്ത്, ഇത് സൗത്ത്. ഓക്കെ, കറണ്ട് എത്രയാണ്? I തന്നെ. ഇത് ഏതാണ്? A to B ആണ്. ഇനി ഇതിന്റെ ഡയറക്ഷൻ, ഇതിന് ഏത് ഡയറക്ഷനിലാണ് ഡിഫ്ലക്ഷൻ എന്നാണ് നോക്കുന്നത്. നമ്മൾ ഇതിനെ ഇങ്ങോട്ട് നീട്ടി വരച്ചു. ഈ ഡയറക്ഷനിലാണല്ലോ കറണ്ട് പാസ് ചെയ്യുന്നത്. ഇത് മോഡിലായതുകൊണ്ടാണ് ഇതിനെ ഇങ്ങോട്ട് നീട്ടി വരച്ചത്. ഇത് 3. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ആന്റി ക്ലോക്ക് ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്ന കറണ്ട്. അപ്പൊ ഇവൻ ഏത് ഡയറക്ഷനിലായിരിക്കും? ക്ലോക്ക് ഡയറക്ഷനിലായിരിക്കും ഈ നോർത്ത് പോള് ഡിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് ഒന്നാമത്തെ കേസിൽ എന്തായിരിക്കും? ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്രം A to Bയിലാണ് എങ്കിൽ the deflection of the north pole from north pole clockwise direction. The deflection, the direction of the motion of north pole of the magnetic needle in a clockwise direction. Okay. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ ഫ്രം B to A ആണ്. നമ്മൾ കണ്ടക്ടർ ഇങ്ങോട്ട് വരച്ചു. ഇത് നമ്മളുടെ മനസ്സിലുണ്ടാകണം. ഇത് മനസ്സിലുണ്ടെങ്കിൽ ഈ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ടെൻഷനോ ഒരു കൺഫ്യൂസ്ഡോ ആയിട്ടുള്ള ഒരിക്കലും ഉണ്ടാകില്ല. പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും, ഇങ്ങനെ ഒരു കണ്ടക്ടർ ചോദിക്കും, ഇതിലെ ഡയറക്ഷൻ ഏതാന്ന് ചോദിക്കും. നമ്മൾ ആ കണ്ടക്ടർ മാത്രം എടുത്ത് മുകളിലേക്ക് വരയ്ക്കും. കറണ്ട് അടയാളപ്പെടുത്തി. ഒന്നാമത്തെ സ്റ്റെപ്പിൽ കണ്ടക്ടർ വരച്ചു, രണ്ടാമത്തെ സ്റ്റെപ്പിൽ കറണ്ട് അടയാളപ്പെടുത്തി. ഇതാണ് A to AB എന്ന് പറയുന്ന കണ്ടക്ടർ. കറണ്ടിന്റെ ഡയറക്ഷൻ B to A. ഇനി കണ്ടക്ടർ ബിലോ ദ മാഗ്നറ്റിക് നീഡിലാണ്. അപ്പൊ മാഗ്നറ്റിക് നീഡിൽ എവിടെയാണ്? മോഡിലാണ്. മാഗ്നറ്റിക് നീഡിൽ നമ്മൾ ഇങ്ങോട്ട് വരച്ചു. മാഗ്നറ്റിക് നീഡിൽ നോർത്ത് പോൾ സൗത്ത് പോൾ ഡയറക്ഷൻ എപ്പോഴും സെയിം ആയിരിക്കും. നോർത്ത് ഇവിടെയാണ്, സൗത്ത് ഇവിടെയാണ്. അതിനുശേഷം ചോദ്യം ഇതാണ്, ഇത് ഈ ഡയറക്ഷനിലാണ്, അപ്പൊ മോളിലേക്കാണ് പാസ് ചെയ്യുന്നത്. ഇങ്ങനെ ഓക്കെ, മോളിലേക്ക് ഇത് പാസ് ചെയ്യുന്നു.
കറണ്ട് ആയി ഈ ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നത്. ഇത് നോക്കിയേ, ഇത് ഏത് ഡയറക്ഷനിലായിരിക്കും? ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എങ്കിൽ ഈ നോർത്ത് പോളിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. കാരണം ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ നോർത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കും. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ആൻസർ എടുത്തെഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ അനലൈസ് ചെയ്താൽ മാത്രമേ ഈ ടേബിൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കൺഫ്യൂസ്ഡ് ആകാതെ നമുക്ക് ചെയ്യത്തുള്ളൂ. ഇനി നമ്മൾ അടുത്തതിന്റെ അത് സ്ട്രേറ്റ് കണ്ടക്ടർ പഠിക്കും. സ്ട്രേറ്റ് കണ്ടക്ടർ ഉപയോഗിച്ച് നമ്മൾ മാക്സ്വെൽസിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഒക്കെ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഈ ഒരു ഡിഫ്ലക്ഷന്റെ കേസിൽ ഏറ്റവും എളുപ്പമാർക്കം ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഇതിന്റെ റൂള് പറയുന്നതിന്റെ അകത്ത് ആംബിയർ സ്വിമ്മിംഗ് റൂൾ ഉണ്ട്, അത് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാം. പക്ഷെ എളുപ്പത്തിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നത് കണ്ടുപിടിക്കാൻ എളുപ്പം ഇപ്രകാരം നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മതിയാകും. ഇനി ചോദ്യം ഇതാണ്, വാട്ട് മൈറ്റ് ബി ദ റീസൺ ഫോർ ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ? എന്തുകൊണ്ടായിരിക്കും ഈ മാഗ്നറ്റിക് നീഡില് ഡിഫ്ലക്ട് ചെയ്തത് എന്ന് പേജ് നമ്പർ 35 ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടായിരിക്കും? കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തു. ഈ മാഗ്നറ്റിക് ഫീൽഡും ഈ കണ്ടക്ടറിന്റെ ഇവിടുത്തെ മാഗ്നറ്റിക് നീഡിലിന് പെർമനന്റ് ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡും ഇവിടെ കറണ്ട് പാസ് ചെയ്തപ്പോ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ മ്യൂച്വൽ കോണ്ടാക്ട് വന്നപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. Does the deflection depend on the direction of the current? നമ്മൾ കണ്ടു കഴിഞ്ഞാണ് ഇവിടെ കറണ്ട് റിവേഴ്സ് ആയി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്തത് നേരെ എന്ത് സംഭവിച്ചു? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്തു. സോ വി ഹാവ് ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വെക്കുന്ന ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു 45 മിനിറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. 40 മിനിറ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, കറണ്ടും മാഗ്നറ്റിസവും തമ്മിൽ ബന്ധമുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, കറണ്ട് പാസ് ചെയ്യപ്പെടുന്ന കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇത് കണ്ടുപിടിച്ചത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഏസ്റ്റർ ആണ്. അദ്ദേഹം അതിനുവേണ്ടി ചെയ്തത് കണ്ടക്ടർ എടുത്തു, കറണ്ട് പാസ് ചെയ്തു, മാഗ്നറ്റിക് നീഡില് ഡിഫ്ലക്ട് ചെയ്തു. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, ആ മാഗ്നറ്റിക് നീഡില് ഏത് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്യും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോ എന്ന് പറയുന്നത് ആംബിയർ സ്വിമ്മിംഗ് റൂൾ ആണ്. അതിനേക്കാളും എളുപ്പത്തിൽ നമുക്കിതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഷോർട്ട് കട്ട് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ കണ്ടക്ടർ ആദ്യമേ വരയ്ക്കുക. നമുക്ക് മനസ്സിലാക്കേണ്ടത് പരീക്ഷയ്ക്ക് എങ്ങനെ മാർക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ റൂളും മനസ്സിലാക്കണം. പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യും. ഈ കണ്ടക്ടർ ആദ്യമേ വരയ്ക്കുക, കറണ്ടിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുക, മാഗ്നറ്റിക് നീഡില് മുകളിലാണോ താഴെയാണെന്ന് വരയ്ക്കുക, കറണ്ടിന്റെ കണ്ടക്ടർ അങ്ങോട്ട് ഏത് ഡയറക്ഷനിലാണോ മാഗ്നറ്റിക് നീഡില് ടോപ്പിലാണെങ്കിൽ അങ്ങോട്ട് മുകളിലേക്ക് വളച്ചു വരയ്ക്കുക. ഡയറക്ഷൻ അടയാളപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതിന് നേരെ റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് നീഡില് ഡിഫ്ലക്ട് ചെയ്യും. ലാസ്റ്റ് ടോപ്പിക് അല്ലെങ്കിൽ ലാസ്റ്റ് കൺസെപ്റ്റ്, ആ സെക്ഷനിൽ ലാസ്റ്റ് കൺസെപ്റ്റ്, എന്തുകൊണ്ട് മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നു? കറണ്ട് പാസ് ചെയ്യുന്ന ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മാഗ്നറ്റിക് നീഡിലിന് പെർമനന്റ് ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇത് രണ്ടും കൂടി മ്യൂച്വൽ കോണ്ടാക്ട് വരുമ്പോഴാണ് അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. ഈ ചാപ്റ്റർ വളരെ ബ്യൂട്ടിഫുൾ ആയ, വളരെ രസകരമായ ഒരുപാട് കൺസെപ്റ്റുകളുള്ള വളരെ നല്ല ചാപ്റ്ററാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ മെത്തേഡുകൾ ഉപയോഗിച്ച് ഈ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ നമ്മൾ നോക്കിയാൽ ഈ ചാപ്റ്റർ വളരെ ബ്യൂട്ടിഫുൾ ആണ്. നന്നായിട്ട് ഈ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ കൺസെപ്റ്റുകളും ആണ് ഈ പേജ് നമ്പർ 35 വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, അതുപോലെ തന്നെ നമ്മൾ സോളിനോയിഡ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.